നമ്മൾ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു ഓർമ്മയില്ലേ? എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ജസ്റ്റ് ഒരു ലൈൻ കാണാൻ്റെ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ. അതുപോലെ രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിൾ കാണാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു ലൈനും ഇങ്ങനൊരു ലൈനും ഉണ്ടെന്ന് വയ്ക്കുക. ഇത് തമ്മിലുള്ള ഒരു ആംഗിൾ തീറ്റ ഉണ്ടാവും. ഇത് കാണാനുള്ള ഇക്വേഷൻ ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 m2. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടായിട്ട് ഇവിടെ ഒരു ലൈനിൻ്റെ ആംഗിൾ കാണാനുള്ള തീറ്റ, അതാണ് ഈ ടാൻ തീറ്റ. ഒരു രണ്ട് ലൈൻ തന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. അത് കാണാൻ പണ്ടുള്ള ഇക്വേഷനാണ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു m2 മൈനസ് m1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m2 m1 m2. ഈ m1 m2 ഇത് ഈ ലൈനിൻ്റെ സ്ലോപ്പാണ്. ഈ m2 എന്ന് വെച്ചാൽ ഈ ലൈനിൻ്റെ സ്ലോപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മളെന്താ പഠിച്ചിരുന്ന ഓർമ്മയില്ലേ? രണ്ട് ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിരുന്നു അല്ലേ? അതായത് രണ്ട് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് x1 ഇത് y1 ആണെന്ന് വിചാരിക്കുക, ഇത് x2 ഇത് y2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഡിസ്റ്റൻസ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഈ രണ്ട് ലൈനുകളും തമ്മിലുള്ള ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതുപോലെ നമ്മളൊരു ലൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ലൈനിനെ ഈ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയ എക്സ് കോമ വൈ എന്ന് പറഞ്ഞ പോയിന്റ് ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇൻ ദ റേഷ്യോ m1:m2. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പോയിന്റ് ഈ എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു. അതായത് ഈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇവിടുത്തെ ഈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു m1x2 പ്ലസ് m2x1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അതുപോലെ ഈ y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു m1y2 പ്ലസ് m2y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സും കിട്ടി വൈയും കിട്ടി. ഇതുപോലെ തന്നെ ഇത് ഇൻറ്റേർണലി കട്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ, ഇത് ഇൻറ്റേർണലി ആണ് കട്ട് ചെയ്തത്. ഈ ലൈനിൻ്റെ ഇൻറ്റേർണലി ആണ് ഈ പോയിന്റ് ഡിവൈഡ് ചെയ്തത്. ഇതുപോലെ എക്സ്റ്റേർണലി ഡിവൈഡ് ചെയ്യും. ഈ പോയിന്റ് x1 y1 ആണ്, ഈ പോയിന്റ് x2 y2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് ഒരു പോയിന്റ് ഇതിനെ കട്ട് ചെയ്ത് നോക്കുക. അതായത് x, y കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും m1. അതുപോലെ ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് ആയിരിക്കും m2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെക്ഷൻ ഫോർമുല എന്തായിരിക്കും? അതിൻ്റെ സെക്ഷൻ ഫോർമുല ജസ്റ്റ് ഇതിൻ്റെ ഈ പ്ലസ് മാറിയിട്ട് മൈനസ് ആവും, അത്രേ ഉള്ളൂ കേട്ടോ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഈ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു m1x2 മൈനസ് m2x1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അതുപോലെ y എന്ന് വെച്ചാൽ m1y2 മൈനസ് m2y1 ഡിവൈഡഡ് ബൈ m1 മൈനസ് m2. സോറി, ശരിയാ. പിന്നെ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? പിന്നെ നമ്മൾ ഒരു രണ്ട് പോയിന്റ് വന്നിട്ടുണ്ട്. ഈ പോയിന്റ് x1 y1, ഈ പോയിന്റ് x2 y2. ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഈ x1ഉം x2ഉം ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുക, y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടും. ഈ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും, കോമ y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2. അതായിരിക്കും ഈ പോയിന്റ്, ഇതിൻ്റെ സെൻറ്റർ പോയിന്റ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? വേറെ ഏരിയ ഓഫ് ട്രയാങ്കിൾ പഠിച്ചിരുന്നല്ലേ? ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട് നോക്കിയാൽ
ഇതിൻ്റെ ഓരോരോ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ് x1 y1 ആണ്, ഈ പോയിന്റ് x2 y2 ആണ്, ഈ പോയിന്റ് x3 y3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഏരിയ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എന്തായിരുന്നു, നമ്മളിവിടെ തുടങ്ങും അല്ലേ, x1 തുടങ്ങും, x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് അടുത്തത് x2 ഇൻറ്റു ഇവിടെ 2 അല്ലേ, അപ്പോൾ y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. മോഡുലസ് ക്ലോസ് ചെയ്യാം. ഇതുപോലെ വേറൊരു സംഭവം ഇത്ര പഠിച്ചിരുന്നല്ലോ നമ്മൾ, വേറെ പഠിച്ചിരുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, നമുക്കിനി നമ്മളെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇന്ന് നോക്കിക്കോളൂ ഇക്വേഷൻസ് ഒക്കെ അല്ലേ, മറന്നു വീണ്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. വിത്തൗട്ട് യൂസിങ് the Pythagoras theorem, show that the points 4, 4, 3, 5 and 1, -1, -1 are the vertices of a right angled triangle. Okay, without using Pythagoras theorem, show that the points 4, 4, 3, 5 and -1, 1 are the vertices of a right angle triangle. ക്വസ്റ്റ്യൻ മനസ്സിലായി നമുക്ക് എന്താ സംഭവം? എന്താണ് മനസ്സിലായെന്ന് പറഞ്ഞ? ഈ തന്നിരിക്കുന്ന പോയിന്റുകള് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ വെർട്ടീസസ് ആണെന്ന് തെളിയിക്കണം. ഉപയോഗിക്കാണ്ട് അതായത് നമ്മളിപ്പോ പഠിച്ച മെത്തേഡൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കണം, പ്രൂവ് ചെയ്യണം. പക്ഷെ ഇത് നമുക്കിപ്പോൾ ഞങ്ങൾക്കൊരു സംഭവം കൂടി പറഞ്ഞു തരാണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സംഭവം കൂടി പറഞ്ഞു തരാം. നിങ്ങളത് ഈ പേജിൽ എൻ്റെ തൊട്ടപ്പുറത്ത് പേജിൽ നോട്ട് ചെയ്തോ. ജനറലി നമുക്ക് എന്താ അറിയാം, ഒരു ലൈൻഡ് ഇക്വേഷൻ കേട്ടോ, ഒരു ലൈൻഡ് ഇക്വേഷൻ ഓക്കെ, 2 പാരലൽ ഇങ്ങനെ എഴുതിക്കോട്ടെ. നിങ്ങൾ ചെറിയൊരു ഹെഡിങ് എഴുതുക, തൊട്ടപ്പുറത്തെ പേജിൽ ചെറിയൊരു ഹെഡിങ് എഴുതിക്കോ, 2 parallel lines. ഓക്കെ, 2 പാരലൽ ലൈൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചത്. 2 പാരലൽ ലൈൻസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും കേട്ടോ, നോക്കിക്കോ. ഇത് നമ്മളുടെ സാധാരണ ഒരു ലൈൻഡ് ഇക്വേഷൻ എന്തായിരിക്കും? AX + BY + C = 0. ഇതാണ് നമ്മളുടെ സാധാരണ ഒരു ലൈൻഡ് ഇക്വേഷൻ. AX + BY + C = 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ലൈൻഡ് ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കാം. ഇതിനോടൊപ്പം ഞാൻ ഒരു ലൈനും കൂടി ആഡ് ചെയ്തു, രണ്ടാമതൊരു ലൈൻ, ഒരു പാരലൽ ലൈൻ. ഓക്കെ കേട്ടോ, ഇതൊരു ലൈൻ. ഈ ലൈൻ്റെ ഇക്വേഷൻ AX + BY + C = 0. ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഇതാന്ന് വയ്ക്കാം. ഇനി ഒരു പാരലൽ ലൈനും കൂടി ഞാൻ വരയ്ക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ AX
പ്ലസ് ബി വൈ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0 എന്നായിരിക്കും ഇക്വേഷൻ. ഓക്കെ, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0. ഇതിന് പാരലായ ഒരു ലൈൻ ആണെങ്കിൽ ഇതിൻ്റെ ആ കോൺസ്റ്റൻറ്റ് മാത്രം മാറുള്ളൂ. ഓക്കെ, ഇതൊരു പാരലൽ ലൈൻ ജനറലി ഉണ്ടോ, അതായത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0. ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ 2x പ്ലസ് 3y പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനാണ് നിൽക്കുക. ഇതിന് പാരലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ ഈ 2x പ്ലസ് 3y അവിടെ തന്നെ നിൽക്കും. ഓക്കെ, ഇതിന് പാരലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ ഈ കോൺസ്റ്റൻറ്റ് മാത്രം മാറുള്ളൂ. ഈ 2 മാറിയിട്ട് വല്ല 10ഓ 11ഓ 12ഓ അങ്ങനെ എന്തെങ്കിലും ആവുള്ളൂ. സോ ഈ രണ്ട് ലൈൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് പാരലാണ്. കാരണം ഈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2 ആണ്, വൈൻ്റെ കോയിഫിഷ്യൻറ്റ് 3 ആണ്. അതുപോലെ ഈ ലൈൻ്റെയും എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2 ആണ്, വൈൻ്റെ കോയിഫിഷ്യൻറ്റ് 3 ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ ലൈൻ ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇത് രണ്ടും പാരലാണെന്ന്. ഓക്കെ, ഇത് ചുമ്മാ രണ്ട് പാരലൽ ലൈൻസിൻ്റെ രണ്ട് ലൈൻ്റെ ഇക്വേഷൻ ചുമ്മാ ജനറലി എഴുതിയതാണ്. ഇതിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ, ഫസ്റ്റത്തെ ലൈൻ്റെ സ്ലോപ്പ് m1 ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈ ലൈൻ്റെ സ്ലോപ്പ് m2 ഇസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി തന്നെയായിരിക്കും. കണ്ടോ, മൈനസ് എ ബൈ ബി. ജസ്റ്റ് പഠിച്ചു വയ്ക്കാം കേട്ടോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടിട്ട് ഈ എക്സസൈസ് കഴിഞ്ഞിട്ട് പഠിക്കാം. ജസ്റ്റ് ഇപ്പോൾ എഴുതി വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, സ്ലോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ m1 ഇസ് ഈക്വൽ ടു m2. ഇത് സെയിം ആയിരിക്കും. രണ്ട് പാരലൽ ലൈൻസിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. സ്ലോപ്പ് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ വൈൻ്റെ കോയിഫിഷ്യൻറ്റ് കണ്ടോ, മുന്നിലൊരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് സ്ലോപ്പ് കാണാൻ പറ്റും ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ. ജസ്റ്റ് പഠിച്ചു വയ്ക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. ഞാനത് പറഞ്ഞത് ഒരു ടോപ്പിക് കൂടി പറയാനാണ്, രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ കേസസ്. 2 പെർപെൻഡിക്കുലർ, ഓക്കെ, രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ്, അതായത് ഇങ്ങനൊരു ലൈനും ഇങ്ങനൊരു ലൈനും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമാണ്. ഓക്കെ, 2 പെർപെൻഡിക്കുലർ ലൈൻസ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കട്ടോ. ഫസ്റ്റത്തെ ലൈൻ്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0, നമ്മൾ സാധാരണ ലൈൻ്റെ ഇക്വേഷൻ. രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി എക്സ് മൈനസ് എ വൈ പ്ലസ് എന്ത് വേണമെങ്കിലും ആവാം ഡി വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇത് രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ ഇക്വേഷനാണ്. ഒരു ലൈൻ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനാണെങ്കിൽ ഇതിനോട് പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ ബി എക്സ് മൈനസ് എ വൈ പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0 എന്നായിരിക്കും. ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ജനറലി എഴുതുന്നതാണ്. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, m1 ഇസ് ഈക്വൽ ടു ഫസ്റ്റത്തെ എയും ബിയും എടുത്ത് എഴുതാം. കണ്ട, എ ബൈ ബി മുന്നിൽ ഒരു മൈനസ് ഇടാം. ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, m1 ഇസ് ഈക്വൽ ടു ബി ബൈ എ. കണ്ടോ, ബി ബൈ എയുടെ മുന്നിൽ ഒരു മൈനസ് ഇല്ലേ, അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഇടണം. അതുപോലെ ജനറലി ഒരു മൈനസ് ഉണ്ട് ഇതിന്. നമ്മൾ ഈ മൈനസ് ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, അതായത് മൈനസ് ഓഫ് ബി ബൈ എ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ ബി ബൈ എ ആയിരിക്കും. ഓക്കെ, രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെയായിരിക്കും കേട്ടോ. m1 ഇൻറ്റു m2 ഇസ് ഈക്വൽ ടു -1. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞത്. ഓക്കെ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നോക്കിക്കോട്ടോ, നിങ്ങളിവിടെ m1 ഇൻറ്റു m2 ചെയ്തു നോക്കുക, അതായത് മൈനസ് എ ബൈ ബി ഇൻറ്റു ബി ബൈ എ ചെയ്തു നോക്കുക. സോ ഈ ബിയും ബിയും കട്ട് ചെയ്തു പോവും, എയും കട്ട് ചെയ്തു പോവും, നിങ്ങൾക്ക് സ്ലോപ്പ് -1 കിട്ടും. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ട് ലൈൻ്റെ സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -1 കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കണം, കാരണം നമുക്ക് ഇപ്പോൾ ഇത് ആവശ്യം വരും. നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയാം എവിടെയാണ് കൺഫ്യൂഷൻ വന്നതെന്ന്. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഉറപ്പാണോ? രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ലൈനിൻ്റെ സ്ലോപ്പ് m1 ആണെന്ന് വിചാരിക്കാം,
ഈ ലൈനിൻ്റെ സ്ലോപ്പ് m2 ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ -1 കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് സ്ലോപ്പ് ഇങ്ങനെ കണ്ടുപിടിക്കണമെന്നല്ല കേട്ടോ ഞാൻ പറയണം. ഇങ്ങനെയല്ല കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സാധാരണ y2 - y1 x2 - y1 എങ്ങനെ വേണമെങ്കിലും സ്ലോപ്പ് കണ്ടുപിടിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ട് സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ലൈൻസും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്ത് വയ്ക്കും നിങ്ങൾ. എന്നിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. എല്ലാവരും ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? വലിയ കാര്യമായിട്ട് ഇപ്പോൾ ആലോചിക്കേണ്ടത് ജസ്റ്റ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് അടുത്ത ഇതിൽ പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ ഒരുമിച്ച് പറഞ്ഞു എന്നുള്ളൂ. രണ്ട് പാരലൽ ലൈൻസിൻ്റെ കേസും രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ കേസും. ഓക്കെ, നമ്മൾ ജസ്റ്റ് എഴുതിയത്. ഓക്കെ, നമ്മളെടുത്ത് ഈ ക്വസ്റ്റ്യൻ ഇത് പൈതഗോറസ് തിയറം അല്ലാണ്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുമ്മാ വരച്ച് നോക്കാം. നമുക്കറിയില്ല ഏതൊക്കെ പോയിന്റാണ് എവിടേക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവർ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ പോയിന്റ് ഇവിടെ വെച്ച് എടുത്ത് തുടങ്ങി നോക്കാം. നമുക്കറിയില്ല. സോ ഞാൻ 4,4 ഇവിടെ എടുത്തു. അതുപോലെ അടുത്ത പോയിന്റ് 3,5 ഇവിടെ എടുത്തു. അതുപോലെ -1,-1 ഇവിടെ എടുത്തു. എന്നിട്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ എന്താ പ്രത്യേകതയായിരിക്കുക? ഏതെങ്കിലും രണ്ട് ലൈൻ, ഇപ്പോൾ ഈ ലൈനിൻ്റെ കണ്ടോ, ഈ ലൈനിൻ്റെയും സ്ലോപ്പ് കാണാം. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞോളൂ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ആ ഐഡിയ കത്തിയോ നിങ്ങൾക്ക്? അതായത് നിങ്ങൾക്ക് ഈ പോയിന്റ് ഈ 4,4ഉം -1,-1ൻ്റെയും സ്ലോപ്പ് കാണാം. അതുപോലെ 3,5ൻ്റെയും 4,4ൻ്റെയും സ്ലോപ്പ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വാല്യൂ കിട്ടും. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് -1 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചില്ലേ, ഈ ലൈനും പെർപെൻഡിക്കുലർ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക? ഈ ലൈനിൻ്റെ സ്ലോപ്പ് കാണാം, ഈ ലൈനിൻ്റെ സ്ലോപ്പ് കാണാം, ഈ രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് കാണാം. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക m1 × m2. അപ്പോൾ നമുക്ക് -1 കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കാണാം. ഇപ്പോൾ നമ്മുടെ കേസിൽ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കാണാം. ഇത് രണ്ടിൻ്റെ സ്ലോപ്പ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. -1 കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പെർപെൻഡിക്കുലർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് കാണാം, ഈ രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് കാണാം, അതുപോലെ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കാണാം. ഏതെങ്കിലും ഒരെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം കേട്ടോ. അതായത് നമുക്ക് ABC എന്ന് പറഞ്ഞിട്ട് എടുക്കാം. സോ AB സ്ലോപ്പ് കണ്ടു നോക്കി. AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടു നോക്കി. സ്ലോപ്പ് ഓഫ് AB എന്ത് വരും? സ്ലോപ്പ് ഓഫ് AB എങ്ങനെ കാണാം? സ്ലോപ്പ് y2 - y1 y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അതായത് 5 - 4 ഡിവൈഡഡ് ബൈ 3 - 4. ഓക്കെ, സോ 5 - 4 ഡിവൈഡഡ് ബൈ 3 - 4 എത്ര കിട്ടും നമുക്ക്? 1/-1. അതായത് -1 കിട്ടി. ഇതുപോലെ സ്ലോപ്പ് ഓഫ് എന്താ കാണേണ്ടത്? നമുക്ക് BC കാണാം അല്ലേ? സ്ലോപ്പ് ഓഫ് BC എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇത് -1 - 5 അല്ലേ? -1 - 5 -1 - 5 ഡിവൈഡഡ് ബൈ -1 - 3 -1 - 3 അതായത് -6 - 4 വരും. അതായത് 3/2 വരും. അതുപോലെ വേറൊരു സംഭവം കൂടി കണ്ടോ. സ്ലോപ്പ് ഓഫ് ഏതാ കാണണ്ടേ? AC കാണാം. സ്ലോപ്പ് ഓഫ് AC സ്ലോപ്പ് ഓഫ് AC എന്ന് പറയുമ്പോൾ എന്ത് വരും? -1 - 4 -1 - 4 അല്ലേ? -1 - 4
ഡിവൈഡഡ് ബൈ -1 വീണ്ടും -4 -1 -4 അതിന് എത്ര കിട്ടും? -1 -4 നമുക്ക് -5 കിട്ടും. -1 -4 നമുക്ക് -5 കിട്ടും, അതായത് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബിയുടെ സ്ലോപ്പ് കിട്ടി, ബി സിയുടെ സ്ലോപ്പ് കിട്ടി, എ സിയുടെ സ്ലോപ്പ് കിട്ടി. ഏതെങ്കിലും രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -1 കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് പറയാം ഇത് പെർപെൻഡിക്കുലർ ആണ്. ഏതെങ്കിലും ഒരു പോയിന്റ് 90 ഡിഗ്രി ആണ്, അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, സ്ലോപ്പ് ഓഫ് എ ബി ഇൻറ്റു ബി സി ചെയ്താൽ നമുക്ക് -1 കിട്ടില്ല. സ്ലോപ്പ് ഓഫ് എ ബി ഇൻറ്റു എ സി ചെയ്താൽ നമുക്ക് -1 കിട്ടും അല്ലേ. -1 ഇൻറ്റു 1 -1 അല്ലേ. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി ഇൻറ്റു സ്ലോപ്പ് ഓഫ് എ സി which is equal to -1 into 1 which is equal to -1. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും therefore എ ബി എന്ന് പറഞ്ഞത് പെർപെൻഡിക്കുലർ ടു എ സി ആയിരിക്കും. therefore നമുക്ക് എന്ത് പറയാം? എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾക്കത് സംശയം ഉണ്ടോ അതിൽ? എല്ലാവരും ക്ലിയർ ആണോ? ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ എഴുതിക്കോ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ which makes an angle 30 degree with the positive direction of y-axis measured anti-clockwise. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ചെറിയൊരു വ്യത്യാസം ഉണ്ട്, നോക്കിക്കോട്ടോ. നമ്മൾക്ക് എന്താ തന്നിട്ടുള്ളത് നോക്കിക്കോ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് മേക്സ് 30 ഡിഗ്രി. ഞാനൊരു ലൈനിന് വരയ്ക്കാം. ഈ ലൈൻ ഇവർ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് മേക്സ് എൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഈ പറഞ്ഞ വൈ ഉണ്ടാക്കുന്ന ആംഗിള്. ഓക്കെ, ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ നിന്ന് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിളാണ് 30 ഡിഗ്രി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് 30 ഡിഗ്രി പറഞ്ഞിട്ടുള്ളത് ഈ ലൈൻ്റെ ആംഗിൾ. നമുക്ക് ഈ ലൈൻ്റെ സ്ലോപ്പ് കാണണം. നമുക്ക് ഈ ആംഗിളാണ് തന്നിട്ടുള്ളത്. സ്ലോപ്പ് കാണാൻ വേണ്ടി നമ്മൾ ഏത് ആംഗിൾ യൂസ് ചെയ്യുക അന്ന് പറഞ്ഞിരുന്നില്ലേ? ഈ ലൈൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ നമുക്ക് ഭയങ്കര ടാൻ തീറ്റ നമുക്ക് എടുക്കണ്ടേ അല്ലേ? ടാൻ തീറ്റ കിട്ടിയാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. പക്ഷേ ഏത് തീറ്റ എടുക്കണ്ടേ? ഇതിപ്പോൾ വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുള്ളത്. ഈ ലൈൻ്റെ ഏത് ആംഗിൾ എടുത്താലും നമുക്ക് സ്ലോപ്പ് കാണാൻ പറ്റാം. അതായത് ഇതോ ഇതല്ലേ? ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഈ ആംഗിൾ എടുത്തിട്ടാണ് നമുക്ക്, ഈ ആംഗിളാണ് ശരിക്കും നമ്മളെ തീറ്റ. ഈ ടാൻ തീറ്റയുടെ തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്.
സോ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? എത്ര കിട്ടാമെന്ന് ആലോചിച്ച് നോക്കി കണ്ടുപിടിക്കാം. നിങ്ങൾ സാധാരണ നിങ്ങളുടെ ജോമെട്രി വെച്ചിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കി. 120 അല്ലേ കിട്ടുക? യെസ്, 120 കിട്ടാം. എങ്ങനെ കിട്ടിയേ? 30 90 120 ബാക്കി 60 പിന്നെ 180 60 കുറച്ച് 120. യെസ്, അതന്നെ. അതായത് ഇത് ഓൾറെഡി 90 ആണ് ഇവിടെ. സോ ഇത് 30 ആണെങ്കിൽ ഇതിവിടെ 90 ആയിരിക്കും. ഓക്കെ, സോ മൊത്തത്തിൽ ഇത് എത്രയായിരിക്കും? 180 അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കി. 30 + 90 നിങ്ങൾക്ക് 120 കിട്ടി. അപ്പോൾ 180 120 കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആംഗിൾ 60 കിട്ടും. പിന്നെ ഇത് ഓൾറെഡി 180 ആണ്. സോ 180 60 കുറച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 120 കിട്ടും. ഓക്കെ, അതായത് ആ ഐഡിയ നിങ്ങൾക്ക് അറിയില്ല ആ മെത്തേഡ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ഇല്ല. ആ, ഓക്കെ. ഇത് 30 ആണ്, ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 60 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് 120 ആയിരിക്കും. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടുത്തെ ആംഗിൾ ടോട്ടൽ 180 ആയിരിക്കും. അല്ല, ഇത് മൊത്തത്തിൽ 180 ഇങ്ങനെ 180 അപ്പോൾ ഈ 180 60 കുറച്ചാൽ നിങ്ങൾക്ക് ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ 120 കിട്ടും. അപ്പോൾ നമുക്ക് തീറ്റ 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ കാണാം. ടാൻ ഓഫ് 120 അതാണ് നമ്മളെ സ്ലോപ്പ്. ടാൻ ഓഫ് 120 ഇങ്ങനെ കാണാം. എന്താ ചെയ്യാന്ന് വെച്ചാൽ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുകൊണ്ടിരിക്കാം. എന്താടാ? സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താൽ നമുക്കിതിനെ 60 + 60 എന്ന് എഴുതി ശരിയാവില്ല. നമ്മളിങ്ങനെ 180 - തീറ്റ അങ്ങനെയൊക്കെ എഴുതിയിരുന്നു, ഓർമ്മയില്ലേ? അങ്ങനെ എഴുതി നോക്കി. എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? ടാൻ 180 - 60 ടാൻ 180 - 60 എഴുതി കൊടുത്താൽ നമുക്ക് ഇതിനെ ടാൻ 120. അപ്പോൾ ടാൻ π - π/3 എന്ന് വരില്ലേ? ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെയാന്ന്? ടാൻ 180 - തീറ്റ എങ്ങനെ കാണാം? ഓർമ്മയില്ലേ? ടാൻ 180 - തീറ്റ ഇതിങ്ങനെ കാണാം. നമ്മളിങ്ങനെ സംഭവം വരച്ചിട്ട് ഓർമ്മയില്ലേ? 180 ആണെങ്കിൽ ടാൻ മാറില്ല, ടാൻ തന്നെയായിരിക്കും. ഓക്കെ, ആൻസർ ടാൻ തന്നെയായിരിക്കും. ടാൻ 180 - തീറ്റ എന്ന് വെച്ചാൽ ആൻസർ ടാൻ തന്നെയായിരിക്കും, ടാൻ തീറ്റ തന്നെയായിരിക്കും. പക്ഷേ ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ പ്ലസ് ആണോ മൈനസ് ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, 180 ഒന്നും ചേഞ്ച് ചെയ്യില്ല, ഓർമ്മയില്ലേ? 0 ഡിഗ്രി 90 ഡിഗ്രി കൊണ്ട് നമ്മൾ എഴുതിയിരുന്നില്ലേ? എന്നിട്ട് 180 നോ ചേഞ്ച് ആണ്. 90 270 ചേഞ്ച് ഉള്ളത്. അപ്പോൾ 180 നോ ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ആൻസർ ടാൻ തീറ്റ എന്ന് ഇടും. ഇനി ഇത് പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്വാഡ്രൻ്റ് എടുത്ത് ചെക്ക് ചെയ്യും. ടാൻ എവിടെയാണ് എന്താ പറയുക, ടാൻ 180 - തീറ്റ ചെയ്ത് ക്വാഡ്രൻ്റ് ഇത് 0 ഡിഗ്രി 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി 270 ഡിഗ്രി 360 ഡിഗ്രി. 180 - തീറ്റ എന്ന് വെച്ചാൽ എവിടേക്കാ? ബാക്കിലേക്ക് പോകും. 180 തൊട്ട് ബാക്കിലേക്ക്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ്. 180 ജസ്റ്റ് ബാക്കിലേക്ക് പോകാന്ന് വെച്ചാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും. ഓക്കെ, 180 ജസ്റ്റ് ബാക്കിലേക്ക്, അതായത് 90, അതായത് സെക്കൻഡ് ക്വാഡ്രൻ്റ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ആരൊക്കെ പോസിറ്റീവ്? സൈനും സീക്കും. ആഹാ, നല്ല ഓർമ്മയുള്ളൂ. ഇവിടെ ഓൾ ആർ പോസിറ്റീവ്. ഇവിടെ സൈനും അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള എന്താ പറയുക, കൊസീക്ക് അല്ലേ? സൈനും. ഇവിടെ ടാനും കോട്ടും. ഇവിടെ കോസും സീക്കും. ഇവിടെ സൈനും കൊസീക്കുമാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. കാരണം ടാൻ അല്ല വന്നിട്ടുള്ളത്, ഇവിടെ ടാൻ അല്ല നമുക്ക് കിട്ടിയത്. സോ നമുക്ക് ആൻസർ ടാൻ ഓഫ് മൈനസ് തീറ്റ ആയിരിക്കും. ടാൻ 180 - തീറ്റ എന്ന് വെച്ചാൽ മൈനസ് ടാൻ തീറ്റയാണ്. സോ ടാൻ 180 - 60 എന്ന് വെച്ചാൽ മൈനസ് ടാൻ 60 ആണ്. ഓക്കെ, മൈനസ് ടാൻ 60 ആണ്. ടാൻ 60യുടെ വാല്യൂ എത്രയാണ്? √3 ആണോ? യെസ്, ടാൻ 60 √3 ആണ്. അതായത് നമ്മളിങ്ങനെ പഠിച്ചിരുന്നില്ലേ? അതായത് 0 ടാൻ്റെ വാല്യൂ ഇങ്ങനെയല്ല പോകണം. 0
1/√3 1 √3 നോട്ട് ഡിഫൈൻഡ്. ഇത് 0 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ tan 60 എന്ന് വെച്ചാൽ √3 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഇതിൻ്റെ വാല്യൂ -√3. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ജസ്റ്റ് നമ്മളുടെ പണ്ടത്തെ ട്രിഗ്നോമെട്രി ഇവിടെ യൂസ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ റിസൾട്ട് അറിയുമെന്നെങ്കിൽ ഇത് പെട്ടെന്ന് എഴുതാം. കണ്ടോ, tan 180 - θ - tan θ, അങ്ങനെയാണെങ്കിൽ നേരെ ആൻസർ എടുത്ത് എഴുതാം. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേക്കത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് for which the points x, -1, 2, -1 and 4, 5 and 4, 5 are collinear. അപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പറയണ എക്സ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ വാല്യൂയുടെ എക്സ് എന്ന് പറഞ്ഞ അൺനോൺ വാല്യൂ ഇല്ലേ, എക്സ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ, എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. ഫോർ വിച്ച് ദ പോയിന്റ്സ് x, -1, 2, -1, 4, 5 ആർ കൊളീനിയർ. കൊളീനിയർ എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത ഒന്ന് പറഞ്ഞിരുന്നല്ലോ, ഒന്ന് പറഞ്ഞിരുന്നില്ലേ കൊളീനിയർ? യെസ് യെസ്, കൊളീനിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ലൈനിലായിരിക്കും ഇതൊക്കെ. അതെ അതെ, ഈ 3 പോയിന്റ് ഒറ്റ ലൈനിലാണെങ്കിൽ നമുക്കൊരു കൊളീനിയർ എന്ന് പറയാം. വെറുതെ ചുമ്മാ നോക്കുകയാണെങ്കിൽ ഒരു ലൈനിന് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിൽ തന്നെയായിരിക്കും x, -1, 2, 1 അതുപോലെ 4, 5. ഇതെല്ലാം ഈ പറഞ്ഞ ഒറ്റ ലൈനിൽ ആയിരിക്കും, അല്ലാണ്ട് ഒരു പോയിന്റ് ഇവിടെയൊന്നും വരില്ല. ഇത് ഒറ്റ ലൈനിലായിരിക്കും ഈ പറയുന്ന 3 പോയിന്റ്സും. ഈ 3 പോയിന്റ്സും ഒറ്റ ലൈനിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പോയിന്റും ഈ പോയിന്റും എടുത്തിട്ട് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് സെയിം വാല്യൂ കിട്ടുക. അതുപോലെ ഈ പോയിന്റും എടുത്തിട്ട് നിങ്ങൾ സ്ലോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് അവിടെയും സെയിം വാല്യൂ കിട്ടാം. എപ്പോഴും നിങ്ങൾക്ക് സ്ലോപ്പ് കാണുമ്പോൾ സെയിം ആയിരിക്കും. സോ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഇതിൻ്റെ ഇത്രയും പറഞ്ഞ പോർഷൻ്റെ സ്ലോപ്പും ഇത്രയും പറഞ്ഞ പോർഷൻ്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും അല്ലേ? നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുന്ന സ്ലോപ്പും ഇവിടെ കണ്ടുപിടിക്കുന്ന സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഒരു അൺനോൺ വാല്യൂ ഉണ്ടാവും എക്സ്, ഇതിൻ്റെ സ്ലോപ്പ് കാണുമ്പോൾ നമുക്ക് ഒരു അൺനോൺ വാല്യൂ കിട്ടില്ലേ? എക്സ് ഒരു അൺനോൺ വേരിയബിൾ അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ സ്ലോപ്പ് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം, കാരണം അത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമുക്ക് ചെയ്യാം, ഡയറക്റ്റ് ചെയ്ത് നോക്കാം. അതായത്
ഇപ്പം ഞാൻ ഇതിനെ എ ബി എന്നെടുത്തു, ഇതിനെ സി എന്നെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സിൻസ് A, B, C are collinear, slope of AB which is equal to slope of BC. Slope of AB യും BC യും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സ്ലോപ്പ് ഓഫ് AB കാണാം. സ്ലോപ്പ് ഓഫ് AB എങ്ങനെ കാണാം? y2 minus y1 divided by x2 minus x1 അല്ലേ? x, minus 1 2, minus 1 2, minus 1 ഇല്ല കേട്ടോ ഇവിടെ, നമ്മൾ ക്വസ്റ്റ്യൻ തെറ്റിയിട്ട് പോയതാ. 2, 1 ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇവിടെ 2, 1 ഉള്ളൂ കേട്ടോ, -1 ഇല്ല. ജസ്റ്റ് കണ്ടു നോക്കിയാൽ സ്ലോപ്പ് ഓഫ് എ ബി എന്ത് വരും? സ്ലോപ്പ് ഓഫ് എ ബി കാണുമ്പോൾ നമുക്ക് ഇത്ര ഈ രണ്ട് പോയിന്റിൻ്റെ സ്ലോപ്പ് എത്ര വരും? y2 minus y1 എന്ന് വെച്ചാൽ 1 minus 1 ഡിവൈഡഡ് ബൈ 2 minus x വരും അല്ലേ? 2 minus x which is equal to slope of BC. BC എത്ര വരും? 5 minus 1 divided by 4 minus 2. 5 minus 1 divided by 4 minus 2. ഇത് എത്ര വരും? 1 plus 1 divided by 2 minus x which is equal to 5 minus 1 നമുക്ക് 4 കിട്ടി, 4 minus 2 നമുക്ക് 2 കിട്ടി. അപ്പോൾ 1 plus 1 നമുക്ക് എത്ര കിട്ടി? 2 by 2 minus x which is equal to 4 by 2 നമുക്ക് 2 എന്ന് കിട്ടി. ജസ്റ്റ് ഇനി ഇക്വേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2നും 2നും വെച്ച് കട്ട് ചെയ്ത് കളയാം, കാരണം ഈ 2നെ അടിക്ക് എടുത്താൽ ഈ 2 കൊണ്ട് കട്ട് ചെയ്ത് പോലെ. അല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ ഈ 2നും 2നും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 minus x which is equal to 1 എന്ന് കിട്ടും. 2 minus x which is equal to 1 കിട്ടി. സോ നമുക്ക് x എന്ന് വെച്ചാൽ 2 minus 1 വരും, അതായത് 1. എക്സിൻ്റെ വാല്യൂ 1 കിട്ടി. ക്ലിയർ ആണോ നിങ്ങൾക്കത്? എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതിക്കോട്ടോ. വിത്തൗട്ട് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല, show that 2, minus 2, minus 1, 4, 0, 3, 3 and 3, minus 3, 2 are vertices of a parallelogram. Without using distance formula. കാരണം ഒരു പാരലലോഗ്രാം എന്താണെന്ന് അറിയാം നമുക്ക്? മറന്നു പോയിട്ടുണ്ടോ ഇനിയൊക്കെ? അതായത് എല്ലാ സൈഡും പാരലലായിരിക്കും. ഇതിൻ്റെ ഒരു കോർഡിലേറ്ററിലാണ്. അതായത് ഇതൊരു പാരലോഗ്രാമാണ്. അതായത് സാധാരണ ഒരു ട്രയാങ്കിള് ഒരു പാരലോഗ്രാമാണ്. കാരണം ഇതിൻ്റെ എല്ലാ സൈഡും പാരലല്ലേ. അതായത് ഈ സൈഡും പാരലാണ്, ഈ സൈഡും പാരലാണ്.
ഈ സൈഡും പാരലാണ്, ഈ സൈഡും പാരലാണ്. പാരലോഗ്രാം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, എല്ലാ സൈഡും പാരലായിരിക്കും. അപ്പോൾ അതുപോലെ ഈ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. സോ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ ഇതൊരു പാരലോഗ്രാം ആണോന്ന്. കാരണം നിങ്ങൾ ഈ പോയിന്റ് ഇത് A B C D നിങ്ങൾക്ക് ഓരോ സ്ഥലത്തെയും പോയിന്റ്സ് വന്നിട്ടുണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് A തൊട്ട് B വരെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കാണാം. √(x2 - x1 + y2 - y1 ഹോൾ സ്ക്വയർ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടും. അതുപോലെ CD കാണാം, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് പാരലാണെന്ന്. അതുപോലെ BC കാണാം, അതുപോലെ AB കാണാം, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടും, ഇത് ഇവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം ഇതും പാരലാണ്. ഇവിടുത്തെ രണ്ടും ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് രണ്ടും പാരലാണെന്ന്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇതൊരു പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർ പറഞ്ഞാൽ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട, വിത്തൗട്ട് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല ഷോ ദാറ്റ് ഈ സംഭവം പാരലാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു സംഭവമുണ്ട്. ഒരു ജസ്റ്റ് ഒന്ന് എഴുതിച്ചോട്ടെ ഇവിടെ. ഒരു കോഡിലേറ്ററിൽ എപ്പോഴാണ് പാരലോഗ്രാം വന്നത്? A quadrilateral is a parallelogram if and only if its vertices, if its diagonals bisect. ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യാണ്. ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അറിയോ? അതായത് ഈ പാരലോഗ്രാമിൻ്റെ ABCD എന്ന് പറഞ്ഞ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ എന്ന് വെച്ചാൽ ഇതിലായിരിക്കാം. അതുപോലെ AC എന്ന് പറഞ്ഞ ലൈനിൻ്റെ പോയിന്റിൻ്റെ ഡയഗണൽ ഇതിലായിരിക്കാം. ഇത് ബൈസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഈക്വൽ ആയിരിക്കും, ഇത് ഈക്വൽ ആയിരിക്കും, ഇത് ഈക്വൽ ആയിരിക്കും, ഇത് ഈക്വൽ ആയിരിക്കും, ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് AC എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ സെൻറ്റർ തന്നെ ആയിരിക്കും BD എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ സെൻറ്ററും. കാരണം ഇത് രണ്ടിൻ്റെയും ലെങ്ത്തും ഡിസ്റ്റൻസും ഒക്കെ ഈക്വൽ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലൂ തന്നിട്ടുള്ളത്. ഒരു കോർഡിനേറ്ററിൽ എപ്പോഴാണ് പാരലാവുമെന്ന് വെച്ചാൽ, ഒരു പാരലോഗ്രാം ആവുമെന്ന് വെച്ചാൽ അതിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നു. ബൈസെക്റ്റ് ചെയ്യുന്ന വെച്ചാൽ സെൻറ്ററിൽ കട്ട് ചെയ്യുന്നു. അതായത് AC എന്ന് പറഞ്ഞ ലൈനിൻ്റെ സെൻറ്റർ ആയിരിക്കും, സെൻറ്ററിൽ കൂടെ ആയിരിക്കും BD എന്ന് പറഞ്ഞ ലൈനും പാസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ AC എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ സെൻറ്റർ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. അതുപോലെ BD എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് അത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ഒരു പാരലോഗ്രാം ആണെന്ന്. ആ ഐഡിയ പറ്റും നിങ്ങൾക്ക്? നമുക്ക് AC എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതുപോലെ BD എന്ന് പറഞ്ഞ പോയിന്റിൻ്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇത് രണ്ടും മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് സെയിം വാല്യൂ ആണ് കിട്ടിയെങ്കിൽ നമുക്ക് പറയാം അത് രണ്ടും പാരലോഗ്രാം ആണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് കണ്ടുപോകാം. മിഡ് പോയിന്റ് ഓഫ് AC കണ്ടുപോയി. മിഡ് പോയിന്റ് ഓഫ് AC എത്ര വരും? AC എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റ് A നമുക്ക് എഴുതി വയ്ക്കാം -2, -1. B എന്ന് വെച്ചാൽ 4, 0. C എന്ന് വെച്ചാൽ 3, 3. അതുപോലെ D എന്ന് വെച്ചാൽ -3, 2. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റിൻ്റെ മിഡ് പോയിന്റ്. ഇതിൻ്റെ മിഡ് പോയിന്റ് എത്ര വരും? ജസ്റ്റ് ആഡ് ചെയ്യുക, എക്സും ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അതായത് എന്ത് വരും? 3 + -2 ഡിവൈഡഡ് ബൈ 2. അതുപോലെ 3 + -1 ഡിവൈഡഡ് ബൈ 2. അതായത് 3 ൽ നിന്ന് 2 പോയിട്ട് നമുക്ക് എത്ര കിട്ടി? -1/2. അതുപോലെ 3 ൽ നിന്ന് 1 പോയിട്ട് 2, 2/2 നമുക്ക് 1 കിട്ടും അല്ലേ? 2/2 1 കിട്ടും. മൈനസ് വരില്ലല്ലോ അവിടെ? ഇല്ല, മൈനസ് വരില്ല അല്ലേ? മൈനസ് വരില്ല. ഓക്കെ, 1/2 വരുള്ളൂ. 1/2 1 വരും. ഓക്കെ, അതുപോലെ മിഡ് പോയിന്റ് ഓഫ്
ഏതാ കണ്ടത് നമുക്ക്? ബി ഡി അല്ല കണ്ടേ? യെസ്, ബി ഡി. മിഡ് പോയിന്റ് ഓഫ് ബി ഡി എന്ത് വരും? ബി ഡി കാണാന്ന് വെച്ചാൽ എക്സ് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ആഡ് ചെയ്യുക, വൈയും വൈ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. 4 + -3 ഡിവൈഡഡ് ബൈ 2. അതുപോലെ 0 + 2 ഡിവൈഡ് ബൈ 2. ഇത് എത്ര കിട്ടും നമുക്ക്? 4 + 3, 4ൽ നിന്ന് 3 കുറച്ചിട്ട് ഡിവൈഡ് ബൈ 2 ഇട്ട് കൊടുക്കുക, അതായത് 1/2 കിട്ടും. ഇവിടെ നമുക്ക് 2/2 1 കിട്ടി. കണ്ടോ? നമുക്ക് മിഡ് പോയിന്റ് ഓഫ് എ സിയും മിഡ് പോയിന്റ് ഓഫ് ബി ഡിയും ഈക്വൽ കിട്ടി. കണ്ടോ? ഇത് രണ്ട് ഈക്വൽ അല്ലേ കിട്ടിയത്? 1/2 1ഉം 1/2 1. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിയർ midpoint of AC which is equal to midpoint of BD. And therefore their diagonals, ഇതിൻ്റെ രണ്ടിൻ്റെ ഡയഗണൽ എന്ത് ചെയ്തു? ബൈസെക്ട് ചെയ്തു അല്ലേ? therefore their diagonals bisect each other. therefore നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ബി സി ഡി എന്ന് വെച്ചാൽ ഒരു പാരലോഗ്രാമാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും സംശയമില്ലല്ലോ? ഇതിൽ സിമ്പിൾ അല്ലേ ഇത്? ആ ഒരു കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ റെക്ടാങ്കിൾ ആയാലും പാരലോഗ്രാം ആയാലും ഇതിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു പാരലോഗ്രാമാണെന്ന് പറയാം.